നമസ്കാരം. നിങ്ങൾ വയറിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ? അതായത് ബവൽ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു ദിവസം ഭയങ്കര മലബന്ധമായിരിക്കും, അത് കഴിയുമ്പോൾ ഭയങ്കര ലൂസ് മോഷൻ, വയറ് വേദന, വയറങ്ങ് വീർത്ത് വരിക, ഗ്യാസ് കയറുക, വൊമിറ്റ് ചെയ്യാനായിട്ടൊക്കെ തോന്നുക, വല്ലാത്ത ഇതിൽ പിടിച്ച് മുറുക്കുന്ന പോലെയുള്ള വയറുവേദന. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഉണ്ട്. നോക്കൂ, നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നു, അദ്ദേഹം നിങ്ങളെ പരിശോധിക്കുന്നു, എൻഡോസ്കോപ്പിയോ കൊളനോസ്കോപ്പിയോ ഒക്കെ ചെയ്യുന്നു, എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു. പക്ഷേ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താവാം അതിന് കാരണം? ഈ രോഗത്തിന് പറയുന്ന പേരാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ബവൽ എന്ന് വെച്ചാൽ കുടൽ. കുടലിൻ്റെ ഇറിറ്റബിലിറ്റിയാണ് ഇതിന് കാരണം. ഇതിൻ്റെ മൂല കാരണം എന്താണ്? അതായത് നിങ്ങൾക്ക് ടെൻഷൻ, ആൻസൈറ്റി, സ്ട്രെസ്സ് അങ്ങനെയുള്ള ഒരു മേഖലയിൽ പണിയെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് മാർക്കറ്റിംഗ് മേഖലയിൽ, സെയിൽസിൻ്റെ മേഖലയിൽ, IT ഫീൽഡിൽ, അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ടാർഗറ്റ് കിട്ടാനായിട്ട്, അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട ആ സമയമെത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ ചെയ്യും? ഇതെല്ലാ സ്ട്രെസ്സും കൂടെ നിങ്ങളുടെ മനസ്സിനെ ഒരു ഫിസിക്കൽ സിംപ്റ്റമായിട്ട്, അതായത് ശാരീരിക സിംപ്റ്റമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു സൈക്കോതെറാപ്പി എടുക്കുക. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട ഉപദേശം, കൗൺസിലിംഗ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കുറച്ച് വീതം നന്നായിട്ട് കഴിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ സൈക്കോളജിക്കൽ റിലീഫ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഈ സിംപ്റ്റംസും പതുക്കെ പതുക്കെ പോവും. നോക്കൂ, നമ്മളുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് ഉന്നത നിലയിലെത്താൻ പറ്റുകയുള്ളൂ. കോമ്പറ്റീഷൻ വേണം, പക്ഷെ അത് കോമ്പറ്റീഷൻ മോർബിഡായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ അസുഖകരമായിട്ട് മാറുമ്പോഴാണ് ഇത്തരം അസുഖങ്ങളൊക്കെ വരുന്നത്.